ഈ സിനിമ ആരംഭിക്കുന്നത് ഇതിലെ ഹീറോനെ കാണിച്ചിട്ടാണ്. ഇയാളുടെ പേര് ഡാമിയൻ എന്നാണ്. കോടീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ കോടീശ്വരൻ. ഈ അമേരിക്ക ഉണ്ടാക്കിയത് തന്നെ ഇയാളാണ് എന്നാണ് നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത്. ഇയാളുടെ വീട് കണ്ടില്ലേ? വീടിന്റെ ഉൾഭാഗത്ത് മൊത്തം സ്വർണ്ണമാണ്. ഇയാളുടെ വീട് അടിച്ചു വാരി കഴിഞ്ഞാൽ തന്നെ സ്വർണത്തിന്റെ പൊടികളാണ് കിട്ടുക എന്നാണ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. അത്രയ്ക്കും കോടീശ്വരനാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊന്ന് അനുഭവിക്കാൻ ഇനി അങ്ങോട്ട് അയാളെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഇയാൾക്ക് ക്യാൻസർ ആണ്. ആ ഒരു വിഷമം ഇയാളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇന്നത്തെ ദിവസം അയാളിപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു മീറ്റിംഗിന് വന്നിരിക്കുകയാണ്. ഈ മീറ്റിംഗിൽ പറയുന്ന കാര്യം ഈ കഥയിൽ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മീറ്റിംഗിന് വന്ന ആൾ അവിടുന്ന് പോയി. ഇപ്പൊ ഡാമിയനും അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മാർട്ടിനും ആണ് അവിടെ ഇരിക്കുന്നത്. ഈ സമയം ഡാമിയൻ അവന്റെ വിഷമങ്ങളൊക്കെ മാർട്ടിന്റെ അടുത്ത് പറയാണ്. അയാളുടെ ഏറ്റവും വലിയ വിഷമം അയാളുടെ മകളെ കുറിച്ച് ഓർത്തിട്ടാണ്. ഇയാളുടെ മകളുടെ പേര് ക്ലെയർ എന്നാണ്. അവൾ ജനിച്ച സമയത്ത് ഇയാളുടെ ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ മകളെ അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ വളർന്നു വലുതായി കഴിഞ്ഞപ്പം മകളാണെങ്കിൽ അതേ സ്വഭാവം തന്നെ ഇയാളുടെ അടുത്തും കാണിച്ചു. അവൾ ഇയാളെ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. അവളിപ്പോ വേറൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. ആ കാര്യമാണ് ഡാമിയൻ ആദ്യം മാർട്ടിന്റെ അടുത്ത് പറയുന്നത്. അതിനുശേഷം അയാളുടെ രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞു. അതായത് അയാൾക്ക് ഇനി 6 മാസം മാത്രമേ ആയുസുള്ളൂ. അതെല്ലാം കേട്ട് മാർട്ടിനാണെങ്കിൽ ശരിക്കും വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അവരെ ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ ഡാമിയന് പോകാൻ വേണ്ടി അവന്റെ വണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഡാമിയൻ ഉടനെ തന്നെ കാറിനകത്ത് കയറി. എന്നാൽ അവരവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഡാമിയൻ മാർട്ടിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു. നീ ഈ ഷെഡിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോന്ന്? അതേക്കുന്ന മാർട്ടിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെഡിങ് എന്ന് പറയുന്നത് ഈ പാമ്പുകളൊക്കെ പടം പൊഴിക്കുന്നതിനല്ലേ? അതാണോ നീ ഉദ്ദേശിച്ചത് എന്നാണ് മാർട്ടിന്റെ ചോദ്യം. ഷെഡിങ്ങിന്റെ അർത്ഥം അത് തന്നെയാണ്. വേറെ ഷെഡിങ്ങിനെ കുറിച്ചൊന്നും നീ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല, നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞിട്ട് ഡാമിയൻ അവിടുന്ന് പോവാണ്. പോകുന്ന വഴിക്ക് അയാൾ വണ്ടിയിൽ ഇരുന്നിട്ട് അയാളുടെ മകളെ വിളിച്ചു, ക്ലെയറിനെ. എന്നാൽ അയാൾക്ക് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ ആ ഫോൺ അവിടെ മാറ്റി വെച്ചതിന് ശേഷം അയാൾ അടുത്തതായിട്ട് അയാളുടെ പേഴ്സിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു. അത് ഫീനിക്സ് ബയോജനിക് എന്നൊരു കമ്പനിയുടേതാണ്. പക്ഷെ ഈ കാർഡ് ഈ കമ്പനിയിലുള്ള ആൾക്കാർ കൊടുത്തതല്ല. ഇത് വേറെ എങ്ങനെയോ വഴി ഇയാളുടെ കയ്യിൽ കിട്ടിയതാണ്. അതിന്റെ പുറകിലായിട്ട് ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കമ്പനിയിലുള്ള ആൾക്കാർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന്. കുറെ ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഇയാൾക്ക് ഈ കാർഡ് കിട്ടിയത്. അതിനെ തുടർന്ന് ഇയാൾ ആ കമ്പനി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കമ്പനിയിൽ ചെന്നിട്ട് അവിടുത്തെ സിഇഒനെ പരിചയപ്പെട്ടു. ഈ സിഇഒന്റെ പേര് ഡോക്ടർ ഓൾബ്രൈറ്റ് എന്നാണ്. ഇനി ഈ കമ്പനിയിൽ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ടെസ്റ്റ് ട്യൂബിൽ ഓർഗാനിക് ആയിട്ടുള്ള മനുഷ്യ ശരീരങ്ങൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇവർ ഉണ്ടാക്കിയെടുത്ത മനുഷ്യ ശരീരത്തിലേക്ക് ഇപ്പൊ ജീവനോടെയുള്ള ഒരാളുടെ മനസ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഒരാൾ മരിക്കാൻ പോകാന്ന് വിചാരിച്ചോ, അങ്ങനെ വരുന്ന സന്ദർഭത്തില് മരിക്കുന്നതിന് മുമ്പ് ഇവരുടെ കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മരിക്കാൻ പോകുന്ന ആളുടെ കോൺഷ്യസ് മൈൻഡിനെ അവരുണ്ടാക്കിയ പുതിയ ശരീരത്തിലേക്കാക്കും. അതിനെ തുടർന്ന് ആ വ്യക്തി മരിച്ചു പോവുകയും ചെയ്യും. എന്നാൽ അയാളുടെ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ. അയാളുടെ കഴിവുകളും ഓർമ്മകളും എല്ലാം പുതിയ ശരീരത്തിലുണ്ടാവും. ആ ഒരു ശരീരത്തിലൂടെ മരിച്ച വ്യക്തിക്ക് വീണ്ടും ജീവിക്കാൻ പറ്റും. പക്ഷെ അയാളുടെ ഐഡന്റിറ്റി പുതിയതായിരിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഷെഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡാമിയൻ അങ്ങോട്ട് ചെന്നപ്പം ആൾബ്രൈറ്റ് അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. അതിൽ അവർ ക്രിയേറ്റ് ചെയ്ത മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ല ചെലവുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്യാഷ് ഉള്ള ആൾക്കാരെ മാത്രമേ ഈ കമ്പനി ക്ഷണിക്കാറുള്ളൂ. എന്നാൽ ക്യാഷ് മാത്രം മതിയോ? അതും പോരാ. അയാൾ സമൂഹത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഈ ഡാമിയൻ എന്ന് പറയുന്നത് അതുപോലെ ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്ക ഇപ്പത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം ഇയാളാണ് എന്നാണ് നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ സമൂഹത്തിലേക്ക് അയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ അത്ര ചെറുതൊന്നുമല്ല. മാത്രമല്ല ഇനിയും ഇയാളെ ഈ രാജ്യത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മരിക്കാൻ പോകുന്ന ഈ ഒരു അവസ്ഥയിൽ ഫീനിക്സ് എന്ന കമ്പനി ഡാമിയന്റെ അടുത്തേക്ക് ആ കാർഡ് എത്തിച്ചത്. ഇപ്പൊ ഡാമിയൻ അങ്ങോട്ട് ചെന്നപ്പം എന്തിനാണ് ഇവർ ഈ ഷെഡിങ് കണ്ടുപിടിച്ചത് എന്ന കാര്യം ആൽബ്രൈറ്റ് പറയുന്നുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു ഷെഡിങ് എന്ന പരിപാടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റും മരിച്ചു പോകത്തില്ലായിരുന്നു. അവർക്ക് പിന്നെയും പല ശരീരങ്ങളിലായിട്ട് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരുപാട് സയന്റിസ്റ്റുകൾ മരിച്ചുപോയി. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, അങ്ങനെയുള്ള പലരും മരിച്ചുപോയി. എന്നാൽ അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ഒന്നും കോൺഷ്യസ്നെസ് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു. ഇപ്പൊ ഫീനിക്സ് എന്ന് പറയുന്ന കമ്പനി അത് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ മരിക്കാൻ പോവാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ ഷെഡിങ് എന്ന പരിപാടിയിലൂടെ അവർക്ക് ഇനിയും കുറെ കാലം ജീവിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓൾബ്രൈറ്റ് ഡാമിയന്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ അന്ന് അവിടെ വിസിറ്റ് ചെയ്തപ്പം ഡാമിയൻ ആ പരിപാടിക്ക് സമ്മതിച്ചില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഫീനിക്സ് എന്ന് പറയുന്ന കമ്പനിയും അവരുടെ ഈ ഷെഡിങ് എന്ന് പറയുന്ന പരിപാടിയും ഗവൺമെന്റ് അപ്രൂവ്ഡ് അല്ല. അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അതെന്തുകൊണ്ടാണ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് എന്ന കാര്യം മാത്രം ആൽബ്രൈറ്റ് ഡാമിയന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാമിയൻ അന്ന് ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അയാൾ അവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യമാണ് അയാൾ ആ കാർഡിലേക്ക് നോക്കിയിട്ട് ആ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ ഡാമിയൻ ഇപ്പം അയാളുടെ വീട്ടിലെത്തി. വീടിന്റെ അകത്തുകൂടെ നടക്കുന്ന സമയം മുഴുവൻ അയാൾ അന്ന് ആൾബ്രൈറ്റിനെ മീറ്റ് ചെയ്ത സമയത്തെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതായത് ആ ഷെഡിങ്ങിനെ കുറിച്ച്. എന്തായാലും താൻ മരിക്കാൻ പോവാണ്, എന്തുകൊണ്ട് ആ ഷെഡിങ് ചെയ്തുകൂടാ എന്നതിനെ കുറിച്ചാണ് അയാൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ കുറെ നേരം ആലോചിച്ചതിന് ശേഷം അയാൾ അടുത്തതായിട്ട് പോകുന്നത് അയാളുടെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അയാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ മകൾ അവളുടെ ഓഫീസിലുണ്ട്. ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. കുറെ കാലമായിട്ട് അവൾ ഈ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇയാൾ അവളെ കാണാൻ പോകാറുണ്ട്.
പക്ഷെ അയാൾക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം അയാൾ അയാളുടെ മകളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ചെറുപ്പത്തിൽ തന്നെ മൈൻഡ് ചെയ്യാത്തോണ്ട് അവൾക്ക് അച്ഛനോട് ഇപ്പോഴും ദേഷ്യമുണ്ട്. ഇയാളിങ്ങനെ ഓരോ തവണ ചെല്ലുമ്പോഴും അവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ ചെക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇന്നത്തെ ദിവസവും അയാൾ അവൾക്കൊരു ചെക്ക് കൊടുത്തു. എന്നാൽ സാധാരണ പോലെ തന്നെ ഇന്നത്തെ ദിവസവും അവൾ നിരസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെയാണ് ഡാമിയൻ അവിടെ തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരിച്ചയാൾ നേരെ പോകുന്ന അയാളുടെ ഓഫീസിലേക്കാണ്. ഓഫീസിൽ ചെന്നതിന് ശേഷം ഈ ഷെഡിങ് എന്ന പരിപാടിയെക്കുറിച്ച് ഇന്റർനെറ്റിൽ അയാൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ സെർച്ചിങ്ങിൽ അയാൾ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ ഷെഡിങ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയന്റിസ്റ്റാണ്. ഈ സയന്റിസ്റ്റിന്റെ പേര് ഡോക്ടർ ഫ്രാൻസിസ് ജെൻസൺ എന്നാണ്. പക്ഷെ ജെൻസൺ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് അവർ ഈ പരീക്ഷണങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അതിന്റെ സാധ്യതകളെ കുറിച്ചാണ് അയാൾ ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ന് ഈ ഫ്രാൻസിസ് ജെൻസൺ എന്ന സയന്റിസ്റ്റ് ജീവിച്ചിരിക്കുന്നില്ല. അയാളുടെ ഈ കമ്പനിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഡോക്ടർ ആൽബ്രൈറ്റ് ആണ്. പുള്ളി ഷെഡിങ്ങിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. എന്നാൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡാമിയന്റെ അസുഖം കൂടുന്നത്. അയാളിപ്പോൾ വല്ലാണ്ട് ചോര ഛർദ്ദിച്ചു. അതിനെ തുടർന്ന് അയാൾ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളുടെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് അയാൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയാളുടെ ഭാഗ്യത്തിന് ഡാമിയൻ ഇന്നത്തെ ദിവസം മരിച്ചില്ല. അങ്ങനെ അയാൾക്ക് ബോധം വരുന്ന സമയത്തും അയാൾ ആലോചിക്കുന്നത് ആ ഷെഡിങ്ങിനെ കുറിച്ചാണ്. ഇനിയിപ്പോൾ ഏത് സെക്കൻഡ് വേണമെങ്കിൽ അയാൾ മരിക്കും എന്ന കാര്യം അയാൾക്ക് അറിയാം. പക്ഷെ അയാൾക്ക് ഇനിയും ജീവിക്കണം. അതുകൊണ്ട് തന്നെ ആ ഷെഡിങ് ചെയ്യാം എന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അയാൾ നേരെ ആൽബ്രൈറ്റിനെ വിളിച്ചു. എന്നിട്ട് എനിക്ക് സമ്മതമാണ് എന്ന കാര്യം അയാൾ അറിയിച്ചു. അത് കേൾക്കുന്ന ആൽബ്രൈറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ സന്തോഷം, പക്ഷെ ഒരു കാര്യമുണ്ട് ഡാമിയൻ, ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങളുടെ വയസ്സായ ജീവിതം അവസാനിക്കുകയാണ്. പിന്നെ നിങ്ങൾ പുതിയൊരു മനുഷ്യനായിരിക്കും. അതുകൊണ്ട് തന്നെ എവിടെങ്കിലും വെച്ച് നിങ്ങളുടെ പാസ്റ്റിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരോടൊന്നും നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്. പിന്നെ ഉടനെ തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങളുടെ മരണം സ്ഥിരീകരിക്കണം. അതിന് ഞാൻ സഹായിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, ചൊവ്വാഴ്ചയാകുമ്പോൾ ന്യൂ ഓർലിയൻസിലേക്ക് പോവാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കൂട്ടി ഞാൻ പറയുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് പോകണം. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു കോഫി കുടിക്കണം. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ എന്റെ ടീം നോക്കിക്കോളും എന്നാണ് ആൽബ്രൈറ്റ് പറയുന്നത്. ഡാമിയൻ ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 1-2 ദിവസത്തിന് ശേഷം ഡാമിയൻ ന്യൂ ഓർലൈൻസിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം ഓൾബ്രൈറ്റ് പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് പോകുന്നതിന് മുമ്പ് അയാൾ ഒരു ചെറിയ ബോക്സുമായിട്ട് നേരെ പോകുന്നത് അവിടെയുള്ള ഒരു സെമിത്തേരിയിലേക്കാണ്. അയാളുടെ ചില പേഴ്സണൽ കാര്യങ്ങളാണ് ആ ബോക്സിനകത്തുള്ളത്. അങ്ങനെ ആ സെമിത്തേരിയിൽ നിന്നും അയാൾ അടുത്തതായിട്ട് പോകുന്നത് ഓൾബ്രൈറ്റ് പറഞ്ഞ റെസ്റ്റോറന്റിലേക്കാണ്. ഡാമിയന്റെ കൂടെ അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മാർട്ടിനും ഉണ്ട്. പക്ഷെ താനിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും മാർട്ടിന്റെ അടുത്ത് അയാൾ പറഞ്ഞിട്ടില്ല. സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ മാർട്ടിനെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ഡാമിയൻ ഓൾബ്രൈറ്റ് പറഞ്ഞ കോഫി കുടിക്കുകയാണ്. അതിനെ തുറന്ന് അയാൾ തളർന്ന് താഴേക്ക് വീണു. അയാൾ താഴേക്ക് വീണത് കണ്ടതും മാർട്ടിനാണെങ്കിൽ ഉടനെ തന്നെ ആംബുലൻസിന് വിളിക്കുകയാണ്. അതിനുശേഷം ഡാമിയൻ അവർ ആംബുലൻസിലേക്ക് കയറ്റി. എന്നാൽ മാർട്ടിൻ അതിൽ കയറിയിട്ടില്ല. എന്നാൽ ആ ആംബുലൻസിലുള്ളത് ഓൾബ്രൈറ്റിന്റെ ആൾക്കാരാണ്. അവർ ഡാമിയനെയും കൊണ്ട് നേരെ പോകുന്നത് ആ ഫീനിക്സ് എന്ന് പറഞ്ഞ ലാബിലേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും ഡാമിയന് ബോധം വന്നു. അവരിപ്പോൾ ഷെഡിങ് എന്ന് പറഞ്ഞ ആ പ്രൊസീജിയർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി അയാൾ അവിടെ കിടത്തിയിട്ടുണ്ട്. എന്നാൽ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഓൾബ്രൈറ്റ് ഇപ്പം ഡാമിയന്റെ അടുത്ത് മറ്റൊരു കാര്യം പറഞ്ഞു. അതായത് ഇയാളെ ഇപ്പം MRI മെഷീൻ പോലത്തെ ഒരു മെഷീന്റെ അകത്തേക്ക് കയറ്റാൻ പോവാണ്. അതിനകത്തുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മെറ്റലിന്റെ സാധനങ്ങളൊന്നും ശരീരത്തിൽ പാടില്ല എന്നാണ് ഓൾബ്രൈറ്റ് പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവർ ഡാമിയന്റെ ശരീരം അവിടെയുള്ള മെഷീന്റെ അകത്തേക്ക് കയറ്റി. ഒരു പ്രത്യേക റൂമിലായിട്ട് 2 മെഷീൻ വെച്ചിട്ടുണ്ട്. അതിൽ മറ്റേ മെഷീനിലായിട്ട് അവരുണ്ടാക്കിയ പുതിയ ബോഡിയും കടത്തിയിട്ടുണ്ട്. അങ്ങനെ 2 ശരീരത്തിനെയും ആ മെഷീന്റെ അകത്തേക്ക് ആക്കിയതിനു ശേഷം അവർ ആ മെഷീൻ ഓണാക്കി. ഇപ്പൊ ഡാമിയന്റെ തലയുടെ ചുറ്റുമായിട്ട് ഒരു വലിയ മാഗ്നറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ അപ്പുറത്തെ ബോഡിയിലും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ ഡാമിയന്റെ ബ്രെയിനിലായിട്ട് ഒരു മഞ്ഞ പ്രകാശം വരാൻ തുടങ്ങി. അയാളുടെ കോൺഷ്യസ് മൈൻഡ് ഇപ്പം പുതിയ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ആ പ്രൊസീജിയർ അവസാനിച്ചു. അതോടുകൂടെ ഡാമിയൻ മരിച്ചു. എന്നാൽ ഈ സമയം പുതിയ ശരീരം എഴുന്നേറ്റു. അത് നമ്മുടെ ഡെഡ്പൂൾ ആയിരുന്നു. അല്ല സോറി, ഇതാണ് പുതിയ ഡാമിയൻ. ഇനി എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കുമോ? എന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. കാരണം ഞാൻ ഈ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞാണ്. ഇത് മുഴുവൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും നിങ്ങൾക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് കഥ തുടരാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആൽബ്രൈറ്റ് ഇപ്പം പുതിയ ഡാമിയനെ കാണാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ പുതിയ ഡാമിയൻ എന്ന് പറയുന്നത് പോത്ത് പോലെയാണെങ്കിലും ഇപ്പം ജനിച്ചൊരു കുട്ടിയെ പോലെയാണ് അവൻ. ഡെയിലി നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടി ട്രെയിനിങ് എടുക്കണം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഓൾബ്രൈറ്റ് ഇപ്പൊ ഡാമിയന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ സമയം ഓൾബ്രൈറ്റ് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഡാമിയൻ അത് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് അവന് ചില ഗ്ലിച്ചസ് ഒക്കെ വരുന്നത്. അതായത് ചില ഹാലൂസിനേഷൻസ്. ഓൾബ്രൈറ്റിനെ നോക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വേറെ ചില കാഴ്ചകളൊക്കെ ഡാമിയൻ കാണുന്നുണ്ട്. അത് അവൻ ഓൾബ്രൈറ്റിന്റെ അടുത്ത് പറയുകയും ചെയ്തു. അതേക്കുമ്പോൾ അത് നീ കാര്യമാക്കണ്ട, അത് ഈ പ്രൊസീജിയറിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അതില്ലാതാക്കാനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തു തരാം, നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നാണ് ആൾബ്രൈറ്റ് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അയാളുടെ ലാപ്ടോപ്പിൽ ഒരു ന്യൂസ് അവന് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ പഴയ ഡാമിയന്റെ മരണവാർത്തയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 68ാമത്തെ വയസ്സിൽ അയാൾ മരിച്ചു. ആ വാർത്ത കൂടാതെ അയാളുടെ മകളെ കുറിച്ചുള്ള ഒരു ന്യൂസ് അതിലുണ്ട്. അങ്ങനെ അതെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം ആൾബ്രൈറ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് പുതിയ ഡാമിയനെ ഇവർ ട്രെയിൻ ചെയ്യുന്നതാണ്.
കുറേ ദിവസം ഈ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ട്രെയിനിങ്ങിനിടയിൽ ഒരു ദിവസം ഓൾബ്രൈറ്റ് വീണ്ടും അവനെ കാണാൻ വന്നു. എന്നിട്ട് അവന് കുറച്ച് ടാബ്ലറ്റ്സ് കൊടുക്കുകയാണ്. ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, നീ എന്നോട് പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഹാലൂസിനേഷൻ വരുന്നുണ്ടെന്ന്, നീ ഡെയിലി ഇതിൽ നിന്നും ഓരോ ടാബ്ലറ്റ് വെച്ച് കഴിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇങ്ങനത്തെ ഹാലൂസിനേഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല എന്നാണ് ഓൾബ്രൈറ്റ് പറയുന്നത്. ഡാമിയൻ ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം പിന്നെയും കാണിക്കുന്നത് ഡാമിയന്റെ ഈ ട്രെയിനിങ് ആണ്. അവൻ അവന്റെ വാച്ചിൽ ഒരു അലാറം വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും ആ ഗുളിക കഴിക്കണം എന്ന് ഓൾബ്രൈറ്റ് പറഞ്ഞല്ലോ, അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ അലാറം വെച്ചിരിക്കുന്നത്. ആ വാച്ചിൽ അലാറം അടിച്ചു കഴിഞ്ഞാൽ ഗുളിക കഴിക്കാൻ സമയമായി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഡാമിയൻ അവന്റെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കി. ഇനിയിപ്പം അവൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ഇന്നത്തെ ദിവസമാണ് അവർ പുറത്തേക്ക് വിടുന്നത്. അതിനുവേണ്ടി ഒരാളിപ്പോ ഡാമിയനെ ഓൾബ്രൈറ്റിന്റെ കാറിലേക്ക് കയറ്റി. ഈ സമയം ഓൾബ്രൈറ്റ് അതിലിരിക്കുന്നുണ്ട്. ഇപ്പൊ ഡാമിയൻ അങ്ങോട്ട് വരുമ്പോൾ ഓൾബ്രൈറ്റ് അവന് ഒരു പെട്ടി കൊടുക്കുകയാണ്. ആ പെട്ടിക്കകത്തുണ്ടായിരുന്നത് ഒരു പേഴ്സ് ആയിരുന്നു. ആ പേഴ്സിലാണെങ്കിൽ കുറെ ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട്. ഇനിയിപ്പം ഡാമിയൻ പുതിയൊരു ഐഡന്റിറ്റിയിലാണ് ജീവിക്കാൻ പോകുന്നത്. അവന്റെ പേര് എഡ്വാർഡ് എന്നായിരിക്കും. ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് അവൻ കുറെ ക്യാഷ് ഓൾബ്രൈറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഇവന് ജീവിക്കാൻ വേണ്ടിയിട്ട്. ആ കാശൊക്കെ ഓൾബ്രൈറ്റ് ബാങ്കിലിട്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള കാർഡുകളാണ് ഓൾബ്രൈറ്റ് ഇപ്പൊ ഡാമിയന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കൊടുത്തതിന് ശേഷം ആ ടാബ്ലറ്റ് അടങ്ങിയ ഒരു ബോട്ടിലും കൂടെ ആൾബ്രൈറ്റ് ഡാമിയന് കൊടുത്തു. അത് കാണുമ്പോൾ ഇതിലാകെ 7 ടാബ്ലറ്റല്ലേ ഉള്ളൂ, ഇതെന്താണ് ഇങ്ങനെ 7 എണ്ണം വെച്ച് തരുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് ഇത് 1 വർഷം കഴിക്കണമെന്ന്? അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടാബ്ലറ്റ് എനിക്ക് തന്നൂടെ എന്നാണ് ഡാമിയൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അത് പറ്റത്തില്ല, എല്ലാ ആഴ്ചയും നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യണം. ആ സമയത്ത് നിനക്ക് ഞാൻ ഓരോരോ ബോട്ടിൽ ടാബ്ലറ്റ് തരും. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ഒരു പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഒരിക്കലും നീ എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്. ഓരോ ആഴ്ചയും ഞാൻ നിന്നെ വന്ന് കണ്ടോളാം എന്നാണ് ആൾബ്രൈറ്റ് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം ആൾബ്രൈറ്റ് അവനെയും കൊണ്ടുപോകുന്നത് ഒരു പുതിയ വീട്ടിലേക്കാണ്. ഇനി ഇവിടെയാണ് ഡാമിയൻ താമസിക്കാൻ പോകുന്നത്. അങ്ങനെ ഡാമിയൻ ആ പുതിയ വീട്ടിലാക്കിയതിനു ശേഷം ഓൾബ്രൈറ്റ് അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഡാമിയൻ ഇപ്പം ആ വീട്ടിൽ താമസം തുടങ്ങി. ആ വീടിന്റെ അടുത്തായിട്ട് ഒരു ടീം ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട്. വെറുതെ വീട്ടിലിരുന്ന് മടുത്തുകൊണ്ട് അവനും ആ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തു. ആ ബാസ്കറ്റ്ബോൾ കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ആന്റൺ എന്ന പേരിൽ ഒരുത്തനുണ്ട്. ഡാമിയൻ അവരുടെ കൂടെ കളിക്കാൻ ചെന്നപ്പം ആന്റൺ പല തവണയായിട്ട് അവൻ ഇടിച്ച് താഴേക്കിട്ടു. 2-3 തവണയായപ്പോൾ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന കാര്യം ഡാമിയന് മനസ്സിലായി. അതുകൊണ്ട് ഒരു അവസരം കിട്ടിയപ്പം ഡാമിയനും അവൻ ഇടിച്ച് താഴേക്കിട്ടു. അങ്ങനെ അടിയിലാണ് അവർ തുടങ്ങിയതെങ്കിലും ആ ഗെയിം അവസാനിച്ചപ്പോൾ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സായി. ഈ ആന്റൺ എപ്പോഴും ഒരു ഗോൾഡൻ ലോക്കറ്റ് കഴുത്തിലിട്ട് നടക്കും. അതൊക്കെ അവൻ ഡാമിയന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ആന്റണ് 2 കുട്ടികളാണ്. അവരുടെ ഫോട്ടോസും അവൻ ഡാമിയന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ പിരിയാൻ നേരത്ത് ആന്റണി ഇപ്പം ഡാമിയന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. നീ എന്തായാലും ഇവിടെ പുതിയതല്ലേ, നീ ഇന്ന് എന്റെ കൂടെ വാ, നമുക്കിന്ന് ബാറിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാം എന്നാണ് ആന്റൺ പറയുന്നത്. ഡാമിയൻ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ ഡാമിയൻ ആന്റൺ പറഞ്ഞ ബാറിലേക്ക് എത്തി. അതിനകത്തേക്ക് കയറാൻ വേണ്ടി അവനിങ്ങനെ അവിടെ ക്യൂ നിൽക്കുകയാണ്. ഈ സമയത്താണ് ആന്റൺ 2 പെമ്പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. ആ പെമ്പിള്ളേരെ ആന്റൺ ഡാമിയന് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ആ ബാറിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് അതിലൊരു പെൺകുട്ടി ഡാമിയനുമായിട്ട് സെറ്റായി. അങ്ങനെ അവളെയും കൊണ്ടാണ് അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് ഇതുപോലെ തന്നെയാണ് ഡെയിലി അവന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. രാവിലെ ആകുമ്പോൾ അവൻ ഓടാൻ ഇറങ്ങും. അതിനിടയിൽ ആഴ്ചയിൽ അവൻ നമ്മുടെ ആൾബ്രൈറ്റിനെ കാണാനും പോകുന്നുണ്ട്. ഓരോ ആഴ്ചയും അയാൾ ഇങ്ങനെ ഓരോ കുപ്പി ഗുളിക അവന് കൊടുക്കും. മാത്രമല്ല ഈ സമയങ്ങളിലൊക്കെ ആന്റൺ ഓരോ പെൺകുട്ടികളെ ഡാമിയന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പെൺകുട്ടികളുമായിട്ടാണ് അവൻ ഓരോ ദിവസം രാത്രിയും വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി കിടക്കുന്നതിനിടയിൽ അവൻ ഗുളിക കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റു. എന്നാൽ ഇന്നത്തെ ദിവസം രാത്രിയും ഒരു പെണ്ണ് അവന്റെ കൂടെയുണ്ട്. അവൻ ആ ഗുളിക കുടിക്കാൻ വേണ്ടി എടുത്തതും ആ പെണ്ണ് അതിന് സമ്മതിക്കാതെ അവനെ പിടിച്ച് പിന്നെയും ബെഡിലേക്ക് കിടത്താണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രാത്രി അവൻ ഗുളിക കുടിച്ചിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ഡാമിയൻ ഇപ്പം അവന്റെ ലാപ്ടോപ്പിന് മുമ്പിലിരിക്കുകയാണ്. ആ ലാപ്ടോപ്പിൽ അവനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവന്റെ മരണവാർത്തയാണ്. അതിൽ അവന്റെ മകളുടെ ആ ഫോട്ടോ ഉണ്ടല്ലോ. മകളെ കാണുമ്പോൾ അവന് വല്ലാതെ സങ്കടം വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഫോൺ എടുത്തിട്ട് ക്ലെയറിനെ വിളിക്കുകയാണ്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവന് ടെൻഷനായി. അതുകൊണ്ട് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അവനൊരു വയ്യായിക വരുന്നത്. അവനിപ്പോൾ വീണ്ടും ആ ഗ്ലിച്ചസ് വരാൻ തുടങ്ങി. അവനിപ്പോൾ ചില കാഴ്ചകളൊക്കെ കാണുകയാണ്. ചില പട്ടാളക്കാരെയാണ് അവൻ കാണുന്നത്. അത് ഗുളിക കുടിക്കാത്തതുകൊണ്ടാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ നേരെ ബാത്റൂമിലേക്ക് ചെന്നു. അവിടെയാണ് ആ ഗുളിക വെച്ചിരിക്കുന്നത്. എന്നാൽ അവൻ ആ ഗുളിക എടുത്തെങ്കിലും തീരെ പറ്റാത്തതുകൊണ്ട് അത് അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. മാത്രമല്ല അവൻ അവിടെ താഴേക്ക് വീഴാണ്. ഈ സമയം വീണ്ടും വീണ്ടും പല കാഴ്ചകളും അവൻ കാണുന്നുണ്ട്. അതിലൊരു കാഴ്ച ഒരമ്മയും മകളെയുമാണ്. പിന്നീട് അവൻ കാണുന്നത് ആ ലേഡി തന്നെ ഒരു കുതിരപ്പുറത്ത് നിൽക്കുന്നതാണ്. ഒരു ഗ്രൗണ്ടിലായിട്ടാണ് അവൾ നിൽക്കുന്നത്. അവളുടെ പുറകിലായിട്ട് നല്ല ഉയരത്തിലൊരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. അത് മത്തങ്ങയെ പോലെയാണ് ഇരിക്കുന്നത്. അടുത്തതായിട്ട് അവൻ കാണുന്ന കാഴ്ച ആ കുട്ടിയാണ്. അവളിങ്ങനെ തീരെ വയ്യാണ്ട് ഒരു ബെഡിൽ കിടക്കുകയാണ്. പിന്നീട് അവൻ വീണ്ടും പട്ടാളക്കാരെ കണ്ടു. അതിലൊരു വെടിശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. അതോടുകൂടെ അവൻ ഞെട്ടി എഴുന്നേറ്റു. ഈ സമയം താഴെയായിട്ട് ആ ഗുളികകൾ ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. അവൻ വേഗം തന്നെ ഒരു ഗുളിക എടുത്ത് കഴിക്കുകയാണ്. അതോടുകൂടെ അവൻ നോർമൽ ആവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഓൾബ്രൈറ്റ് അവനെ കാണാൻ വന്നു. ഈ സമയം ഡാമിയൻ ആണെങ്കിൽ അവനുണ്ടായ ഗ്ലിച്ചസിനെ കുറിച്ചൊക്കെ ആൾബ്രൈറ്റിന്റെ അടുത്ത് പറയുകയും ചെയ്തു. അതായത് ആ പെൺകുട്ടിയെയും അവളുടെ മകളെയും കണ്ട കാര്യം. എന്നാൽ ഓൾബ്രൈറ്റ് ആണെങ്കിൽ അതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് എടുക്കുന്നത്. നിനക്ക് എന്താണ് ഡാമിയൻ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. ഓൾറെഡി നീ നിന്റെ മകളെ കുറിച്ച് ഓർത്ത് നല്ല വിഷമത്തിലാണ്. അവളെ ചെറുപ്പത്തിൽ നീ തീരെ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ നീ ഇങ്ങനെ കാണുന്നത്. അല്ലാതെ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലാറ്റിൻ പെൺകുട്ടിയൊക്കെ എങ്ങനെയാണ് നീ നിന്റെ ഹാലൂസിനേഷനിൽ കാണുന്നത് എന്നാണ് ഓൾബ്രൈറ്റ് ചോദിക്കുന്നത്.
അത് കേൾക്കുമ്പോൾ ഡാമിന് ഡൗട്ടായി. ആ പെൺകുട്ടി ലാറ്റിനാണ് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഡാമിന്റെ ചോദ്യം. അവൻ അത് ചോദിക്കുമ്പോഴാണ് തനിക്ക് പറ്റിയ മിസ്റ്റേക്കിനെ കുറിച്ച് ഓൾബ്രൈറ്റും ചിന്തിക്കുന്നത്. അത് അവൻ പറയാൻ പാടില്ലായിരുന്നു. എങ്കിലും അവൻ അത് പുറത്ത് കാണിക്കുന്നില്ല. അത് ലാറ്റിൻ പെൺകുട്ടിയാണ് എന്ന കാര്യം നീ തന്നെയാണ് എന്നോട് ഇപ്പൊ പറഞ്ഞത്. നിനക്കത് ഓർമ്മയില്ലാത്തതാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ വല്ലാതൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നീ ഹവായിലേക്ക് ഒരു വെക്കേഷൻ പോയിട്ട് വാ. ഞാൻ അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾബ്രൈറ്റ് ഒരു കവർ അവനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ഓൾബ്രൈറ്റ് അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഓൾബ്രൈറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം ഡാമിയൻ ആ ട്രിപ്പിന് പോകാൻ വേണ്ടി തയ്യാറാവാണ്. എന്നാൽ ഇപ്പോഴും അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവൻ കണ്ട ഹാലൂസിനേഷനിൽ അവൻ ആ വലിയ വാട്ടർ ടാങ്ക് കണ്ടിട്ടില്ലായിരുന്നു. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ വാട്ടർ ടാങ്ക് മത്തങ്ങയെ പോലെയാണ് ഇരിക്കുന്നത്. അതങ്ങനെ എല്ലായിടത്തും കാണത്തില്ല. അതുപോലൊരു വാട്ടർ ടാങ്ക് എവിടെയാണുള്ളത് എന്നാണ് അവൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുന്നത്. ആ വാട്ടർ ടാങ്ക് അവൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൻ നേരെ പോകുന്നത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട സെമിത്തേരിയിലേക്കാണ്. അവൻ അവിടെ ഒരു ബോക്സ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്തുള്ളത് അവന്റെ പഴയ ചില കാർഡുകളാണ്. അതും എടുത്തിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അതിനുശേഷം അവന്റെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ പോകാൻ വേണ്ടി വെളിയിലേക്ക് വരികയാണ്. ഈ സമയം ഓൾബ്രൈറ്റിന്റെ ഒരാൾ തന്നെ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്, എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇമിഗ്രേഷന്റെ കാര്യത്തിന് പോകുന്നത് ഡാമിയൻ ഒറ്റയ്ക്കാണ്. അവൻ അവിടേക്ക് ചെന്നതിന് ശേഷം അവിടുത്തെ ലേഡിയുടെ അടുത്ത് പറയുന്നത് എന്റെ ഇപ്പോഴത്തെ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം, എനിക്ക് വേറൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അവൻ നേരെ പോകുന്നത് ആ വാട്ടർ ടാങ്ക് ഉള്ള സ്ഥലത്തേക്കാണ്. കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ആ വാട്ടർ ടാങ്കിന്റെ അടുത്തേക്ക് എത്തി. ഇവിടെയാണ് ആ ലേഡി താമസിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. ആ വാട്ടർ ടാങ്കിന്റെ പുറകിലായിട്ട് ഒരു വീടും കാണുന്നുണ്ട്. എന്നാൽ അവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ വീടിന്റെ അകത്തേക്ക് കയറി അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സെർച്ചിങ്ങിൽ അവൻ ആദ്യം കാണുന്നത് ആ ലേഡിയുടെ ഒരു ഫോട്ടോയാണ്. അതിൽ നിന്നും തനിക്കുണ്ടായ ഹാലൂസിനേഷൻസ് ഒക്കെ റിയൽ ആണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ പിന്നെ അവൻ സെർച്ച് ചെയ്യുമ്പോൾ ആ ലേഡിയും ആ കുട്ടിയും നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടെ അവൻ കണ്ടു. എന്നാൽ പിന്നീട് അവൻ കണ്ട ഫോട്ടോ അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ ഫോട്ടോയിൽ അവനും ഉണ്ടായിരുന്നു. ആ ലേഡിയുടെയും കുട്ടിയുടെയും കൂടെ അവൻ നിൽക്കുന്ന വേറെയും ചില ഫോട്ടോസ് അവിടെ ഉണ്ട്. അവൻ വളരെ അത്ഭുതത്തോടെ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ലേഡി അങ്ങോട്ട് വരുന്നത്. അവളൊരു തോക്കും എടുത്തിട്ടുണ്ട്. ഈ ലേഡിയുടെ പേര് മാഡി എന്നാണ്. അവൾ അങ്ങോട്ട് വന്നൊന്നും മനസ്സിലാവുമ്പോൾ ഡാമിയൻ ഉടനെ തന്നെ പുറകിലേക്ക് തിരിഞ്ഞു. ഈ സമയം അവനെ കാണുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അവളിങ്ങനെ താഴേക്ക് ഇരുന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതെങ്ങനെ സംഭവിച്ചു? നീ എങ്ങനെയാണ് ജീവനോടെ തിരിച്ചു വന്നത് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ അവളുടെ ആ ചോദ്യം കേട്ട് എന്താണ് ഇവൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ സമയത്താണ് പുറത്തുനിന്ന് ആരോ വാതിലും മുട്ടുന്നത്. അവനങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് ഓൾബ്രൈറ്റിന്റെ ആൾക്കാരായിരുന്നു. രണ്ടുപേരും ഉടനെ തന്നെ ആ വീടിന്റെ അകത്തേക്ക് വന്നിട്ട് അവനെയും മാഡിയെയും പിടിച്ചു. ഈ സമയത്താണ് നമ്മുടെ ആന്റൺ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആന്റൺ ആൾബ്രൈറ്റിന്റെ ആളാണ് എന്ന കാര്യം അവന് മനസ്സിലായി. മാത്രമല്ല ഓൾബ്രൈറ്റ് അവന്റെ അടുത്ത് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയം ആന്റൺ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ഡാമിയന്റെ അടുത്ത് പറയാണ്. അതായത് ഡാമിയൻ ഇപ്പം നിൽക്കുന്ന ശരീരം ഇവർ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കിയതാണ് എന്നാണല്ലോ ഓൾബ്രൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കിയതല്ല, അത് ശരിക്കും ഒരു മനുഷ്യനാണ്. ഇപ്പൊ ഡാമിയൻ നിൽക്കുന്ന ഈ ബോഡി ഉണ്ടല്ലോ, അവന്റെ യഥാർത്ഥ പേര് മാർക്ക് എന്നാണ്. അവനൊരു പട്ടാളക്കാരനായിരുന്നു. ഈ മാർക്കിന്റെ ഭാര്യയാണ് ഈ മാഡി. അവരുടെ മകളുടെ പേര് അന്ന എന്നാണ്. അന്നയ്ക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖം ഭേദമാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയുടെ ചെലവുണ്ട്. എന്നാൽ മാർക്കിന്റെ കയ്യിൽ അന്ന് പൈസ എടുക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ സ്വയം ഓൾബ്രൈറ്റിന്റെ അടുത്തേക്ക് പോയതാണ് അവന്റെ ശരീരം വിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാർക്ക് അവന്റെ ശരീരം ഓൾബ്രൈറ്റിന് കൊടുത്തപ്പോൾ അവർ പൈസ റെഡിയാക്കിയിട്ട് അന്നയുടെ അസുഖം മാറ്റുകയും ചെയ്തു. എന്നിട്ട് ആ ശരീരമാണ് ഇപ്പൊ ഡാമിയന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഡാമിയന്റെ മനസ്സാണ് മാർക്കിന്റെ ശരീരത്തിലുള്ളത്. പക്ഷെ ആൾബ്രൈറ്റ് കൊടുത്ത ആ ഗുളിക അവൻ ഡെയിലി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാർക്കിന്റെ ഓർമ്മകൾ കൂടെ അവന് വരും. അത് ഒഴിവാക്കാനാണ് ഓൾബ്രൈറ്റ് ആ ഗുളിക അവന് കൊടുത്തത്. ഈ കാര്യങ്ങളൊക്കെയാണ് ആന്റൺ ഇപ്പൊ ഡാമിയന്റെ അടുത്ത് പറയുന്നത്. അതിനുശേഷം അവൻ പറയുന്നത് ഇനി നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഇപ്പോഴും ഞാൻ നിന്റെ നല്ലൊരു ഫ്രണ്ടാണ്, ഇനിയും നിന്റെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇപ്പൊ നീ ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് വരണം എന്നാണ് ആന്റൺ പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് ഡാമിയന്റെ വാച്ചിൽ അലാറം അടിക്കുന്നത്. എനിക്ക് ഗുളിക കുടിക്കണമെന്നും പറഞ്ഞിട്ട് അവൻ അവിടുത്തെ ഒരു ബാത്റൂമിലേക്ക് കയറാണ്. എന്നാൽ ഈ സമയം അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ ആന്റന്റെ കൂടെ വന്ന ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അയാൾ ഇപ്പൊ ഒരു ഫ്ലെയിം ഗൺ വെച്ചിട്ട് മാഡിയുടെ കാർ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഒരുപക്ഷെ അവർ മാഡിയെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയത്താണ് അവൻ ബാത്റൂമിൽ എന്ത് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് വേറൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഡാമിയൻ അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവനെ ഇടിച്ച് താഴേക്ക് ഇട്ടതിന് ശേഷം അവന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്തു. ഇപ്പൊ ബാത്റൂമിന്റെ വാതിൽ ക്ലോസ് ആണ്. ഈ സമയം അകത്തെ ശബ്ദം കേട്ട് ആന്റണും വേറൊരുത്തനും ആ ബാത്റൂമിന്റെ വെളിയിൽ നിൽക്കുന്നുണ്ട്, മര്യാദയ്ക്ക് വാതിൽ ഓർക്കെന്നും പറഞ്ഞിട്ട്. എന്നാൽ അത് കേട്ടതും ഡാമിയൻ അവർക്ക് നേരെ ഷൂട്ട് ചെയ്തു. അത് കറക്റ്റായിട്ട് ആന്റന്റെ കൂടെ നിൽക്കുന്നവന്റെ കയ്യിലാണ് കൊള്ളുന്നത്. ഈ സമയം ഡാമിയൻ ആന്റനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ അവർ ആ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം ആ ഫ്ലേമർ ഗൺ പിടിച്ചവൻ പുറത്തു തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ ഡാമിയൻ വീണ്ടും ആ വീടിനകത്ത് കയറി. എന്നിട്ട് അവൻ നേരെ പോകുന്നത് മാഡിയുടെ അടുത്തേക്കാണ്. എന്നാൽ പുറത്താണെങ്കിൽ ആന്റൺ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ താഴേക്കായിട്ട് ഒരു വഴി അവൻ കാണുന്നുണ്ട്. അവൻ അതുവഴി അവളെയും കൊണ്ട് നേരെ ആ വീടിന്റെ അടിയിലേക്ക് ഇറങ്ങാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ഫ്ലേമർ ഗൺ പിടിച്ചവൻ ആ വീടിന് തീ കൊടുത്തു. അത് കാണുന്ന ഡാമിയൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കിടന്നിട്ട് അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. അത് അവന് കൊള്ളുകയും ചെയ്തു. ആ വെടി കൊണ്ട സമയത്ത് അവൻ ഇടത്തോട്ട് തിരിഞ്ഞു. അതോടുകൂടെ അവന്റെ അടുത്ത് നിൽക്കുന്ന ആന്റന്റെ ശരീരത്തിൽ തീ പിടിക്കുകയാണ്. തീ പിടിച്ചതും അവൻ അവിടുന്ന് ഓടാൻ തുടങ്ങി. കുറച്ചപ്പുറത്തേക്ക് ഓടിക്കഴിയുമ്പോൾ അവൻ അവിടെ താഴേക്ക് വീഴുകയും ചെയ്തു.
ഈ സമയത്താണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആള് വന്നിട്ട് ഡാമിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് കണ്ടതും ഡാമിയൻ അവനെയും വെടിവെച്ച് കൊല്ലാണ്. അങ്ങനെ 3 പേരുടെയും പരിപാടി തീർന്നു മനസ്സിലാവുമ്പോൾ അവൻ മാഡിയും കൊണ്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങി. അതിനുശേഷം അവൻ വന്ന വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങോട്ട് നടക്കുന്ന വഴിക്ക് മാഡി കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീ ഇത്രയും കാലം എവിടെയായിരുന്നു? നീ മരിച്ചു എന്നാണല്ലോ ഞാൻ കേട്ടത്, അതെന്താ അങ്ങനെ എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നോക്കും മാഡി, എനിക്ക് ചില രഹസ്യങ്ങളുണ്ട്. നമ്മുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഒരാളുടെ അടുത്ത് കുറച്ച് കാശ് മേടിക്കേണ്ടി വന്നു. അവരുമായിട്ട് ഞാൻ ചെറിയൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അവന്മാർ എന്നെ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇനിയും അവന്മാരുടെ ആൾക്കാർ വരും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ നേരെ പോകുന്നത് അന്ന പഠിക്കുന്ന സ്കൂളിലേക്കാണ്. കുറെ കാലമായല്ലോ അവൾ അച്ഛനെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവനെ കാണുമ്പോൾ അവൾ ഓടി വന്നിട്ട് ഡാമിയനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ഇതുവരെയായിട്ടും അവൻ ഡാമിയനാണ് എന്ന കാര്യം അവൻ മാഡിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവൻ മാർക്കാണ് എന്ന രീതിയിൽ തന്നെയാണ് അവരോട് സംസാരിക്കുന്നത്. എന്നാൽ അവനെ സംബന്ധിച്ചിട്ട് മാർക്കിന്റെ എല്ലാ ഓർമ്മകളും അവന് കിട്ടുന്നുമില്ല. അങ്ങനെ സമയം രാത്രി അവരിപ്പോ തൽക്കാലത്തേക്ക് ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണ്. മാഡി അന്നയും ഹോട്ടൽ റൂമിന്റെ അകത്താണുള്ളത്. ഡാമിയൻ ആണെങ്കിൽ പുറത്തിരുന്നിട്ട് ഇന്റർനെറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്രാൻസിസ് ജെൻസന്റെ ആ വീഡിയോ ആണ് അവൻ കാണുന്നത്. അങ്ങനെ ആ വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് അവൻ മറ്റൊരു കാര്യം കാണുന്നത്. ഈ ജെൻസന്റെ അടുത്തായിട്ട് ഓൾബ്രൈറ്റ് ഇരിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ അവൻ ഒരു കാര്യം മനസ്സിലായി. ഈ ഫ്രാൻസിസ് ജെൻസൺ എന്ന് പറഞ്ഞ ആള് മരിച്ചുപോയി. എന്നാൽ അയാളുടെ കോൺഷ്യസ് മൈൻഡ് ആണ് ഇപ്പോൾ ഓൾബ്രൈറ്റിലുള്ളത്. അതായത് ഈ ഓൾബ്രൈറ്റ് എന്ന് പറയുന്നത് ഈ ഫ്രാൻസിസ് ജെൻസൺ തന്നെയാണ്. ആ കാര്യം അവനിപ്പോൾ മനസ്സിലായി. അങ്ങനെ അവൻ ഫ്രാൻസിസ് ജെൻസന്റെ മുഴുവൻ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും അവന്റെ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അതൊക്കെ അവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അവന് ഗ്ലിച്ചസ് വരുന്നത്. അത് ഒഴിവാക്കാനുള്ള ഗുളികകളൊന്നും ഇപ്പൊ അവന്റെ കയ്യിൽ ബാക്കിയില്ല. മാത്രമല്ല ഇത്തവണ കുറച്ച് സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ ബോധം കെട്ട് താഴേക്ക് വേണം. പിന്നീട് മാഡി വന്ന് വിളിക്കുമ്പോഴാണ് അവൻ എഴുന്നേൽക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ഡാമിയൻ അവരെയും കൊണ്ട് നേരെ പോകുന്നത് ആ ജെൻസന്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് മാഡിയെയും മകളെയും പുറത്ത് കാറിലിരുത്തിയതിനു ശേഷം ഡാമിയൻ നേരെ ആ വീട്ടിനകത്തേക്ക് ചെന്നു. ഈ സമയം പ്രായമായ ഒരു ലേഡി അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ജെൻസന്റെ ഭാര്യ. എന്നാൽ അവൻ അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെയ്യുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. അവർക്ക് അൾഷിമേഴ്സ് ആണ്, ഒന്നും ഓർമ്മയില്ല. ഈ സമയം ഡാമിയൻ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് ജെൻസന്റെ ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ്. അവൻ അത് പറയുമ്പോൾ ആ ലേഡി ഒരു കാര്യം ഓർക്കുന്നുണ്ട്. അതായത് ജെൻസന്റെ മറ്റൊരു സ്റ്റുഡന്റിനെ കുറിച്ചിട്ട്, ആൾബ്രൈറ്റിനെ. ആ കാര്യം അവളിപ്പോൾ ഡാമിയന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഡാമിയൻ ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആൾബ്രൈറ്റിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. ഈ സമയം ആൾബ്രൈറ്റ് ആ റൂമിലേക്ക് കയറുമ്പോൾ ഡാമിയൻ ആ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്നും ഡാമിയൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന കാര്യം ആൾബ്രൈറ്റിന് മനസ്സിലായി. ഈ സമയം ഡാമിയൻ അവനോട് ചോദിക്കുന്നത്, അപ്പൊ നീ ആൾക്കാരെ കൊന്നിട്ടാണല്ലേ ബാക്കിയുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നത്? അതുകൊണ്ടാണല്ലേ നിന്റെ പരിപാടിയൊക്കെ നീ സീക്രട്ട് ആക്കി വെച്ചിരിക്കുന്നത്? ഇനി ഈ പരിപാടിയൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് ഇതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതിന് നീ എനിക്ക് നിന്റെ ലാബ് കാണിച്ചതാ എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ നോക്ക് ഡാമിയൻ, ഞാൻ പറയുന്നത് നീ കേക്ക്. നീ ഇപ്പൊ 2-3 ദിവസമായില്ല ഗുളിക കഴിച്ചിട്ട്. ആ ഗുളിക കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ നിന്നും ഡാമിയൻ എന്നേക്കുമായിട്ട് പോകും. പിന്നീട് നീ മാർക്കായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ മാഡിക്ക് അവളുടെ ഹസ്ബൻഡിനെ തിരിച്ചു കിട്ടും. പക്ഷെ ഡാമിയൻ ഒരു ജീവിതം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക്, ആ ഗുളിക ഞാൻ എടുത്തു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ വർഷം നീ അത് കഴിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ മാർക്കിന്റെ എല്ലാ കാര്യങ്ങളും ഈ ശരീരത്തിൽ നിന്ന് പോകും എന്നാണ് ആൾബ്രൈറ്റ് പറയുന്നത്. എന്നാൽ ഡാമിയൻ അത് സമ്മതിക്കുന്നില്ല. എനിക്ക് നിന്റെ ലാബ് കാണണം എന്നാണ് ഡാമിയൻ പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം അവൻ അയാളുടെ ശരീരത്തിൽ തോക്കും വെച്ചിട്ട് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നാൽ ഈ സമയത്താണ് ഓൾബ്രൈറ്റിന്റെ ഒരു അസിസ്റ്റന്റ് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ഡാമിയനെ പിടിച്ചു. അവൻ ഡാമിയനെ പിടിച്ചു കഴിയുമ്പോൾ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകാനാണ് ആൾബ്രൈറ്റ് അയാളുടെ അടുത്ത് പറയുന്നത്. അതിനെ തുടർന്ന് അയാൾ ഡാമിയനെയും കൂട്ടി ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങോട്ട് നടക്കുന്ന സമയത്തും ഡാമിയൻ ഇങ്ങനെ ആ ഗ്ലിച്ചസ് വരുന്നുണ്ട്. അവനിപ്പോൾ തീരെ അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അവർ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് മാഡി അങ്ങോട്ട് വരുന്നത്. മാഡി അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ഒരുത്തൻ അവളെ കയറി പിടിച്ചു. അത് കണ്ടതും ഡാമിയൻ മറ്റവൻ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം അവൻ അവന്മാരെ ഒക്കെ ഇടിച്ചിട്ടു. എന്നാൽ അതിനിടയിലാണ് നേരത്തെ വന്ന ആള് വീണ്ടും ഡാമിയനെ പിടിക്കുന്നത്. അയാളിപ്പോൾ ഡാമിയനെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ മാഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന തോക്കെടുത്തിട്ട് അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അത് അയാളുടെ ചെവിയിലാണ് കൊള്ളുന്നത്. അതോടുകൂടെ അയാൾ താഴേക്ക് ഇരുന്നു. ഈ സമയത്താണ് ഡാമിയൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഗോൾഡൻ ലോക്കറ്റ് ആയിരുന്നു. അതിൽ നിന്നും ഇത് ആന്റൺ ആണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവനിപ്പോ പുതിയൊരു ശരീരം കിട്ടിയിരിക്കുകയാണ്. ഈ സമയം ആന്റൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ ഡാമിയൻ, ഞാൻ ആന്റൺ ആണ്, ഇതെന്റെ 3ാമത്തെ ശരീരമാണ് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ സമയം ഡാമിയൻ ആണെങ്കിൽ വീണ്ടും ഗ്ലിച്ചസ് വരുന്നുണ്ട്. ഉടനെ തന്നെ ആ ഗുളിക കഴിക്കണം. എന്നാൽ അവന്റെ കയ്യിൽ ആ ഗുളികയില്ല. എന്നാൽ ആന്റന്റെ കയ്യിലുണ്ടാവും എന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ ആന്റന്റെ പോക്കറ്റ് തപ്പാൻ തുടങ്ങി. ഈ സമയത്താണ് ആന്റൺ മാഡിയുടെ അടുത്തൊരു കാര്യം പറയുന്നത്. നീ വിചാരിച്ചിരിക്കുന്നത് ഇത് നിന്റെ ഹസ്ബൻഡ് ആണെന്നല്ലേ? എങ്കിൽ നിനക്ക് തെറ്റി. നീ നിന്റെ മകളുടെ ബർത്ത്ഡേ എന്നാണ് എന്ന് നീ ഇവനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നാണ് അയാൾ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. ഈ സമയത്താണ് ആ ഗുളിക എടുത്തതിന് ശേഷം ഡാമിയൻ അവന്റെ മോന്തക്കിട്ട് ഒരു ഇടി കൊടുക്കുന്നത്. ആ ഇടി കിട്ടിയതും ആന്റൺ അവിടെ നിന്ന് എഴുന്നിട്ട് ഓടുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഡാമിയൻ വേഗം തന്നെ മാഡിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തി കഴിയുമ്പോൾ അവൾ വണ്ടി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് മകളെ വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് അവൾ അവനെയും കൊണ്ട് പുറത്തിറങ്ങിയിട്ട് ആന്റൺ പറഞ്ഞ കാര്യം അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നാണ് അന്നയുടെ ബർത്ത്ഡേ എന്ന്. എന്നാൽ അത് പറയാൻ ഡാമിയനെ കൊണ്ടാവുന്നില്ല. ഈ സമയം അവൻ എല്ലാ സത്യങ്ങളും അവളുടെ അടുത്ത് തുറന്നു പറയാണ്. അതായത് അവൻ മാർക്കല്ല, അവൻ ഡാമിയൻ ആണെന്നുള്ളത്.
അത് കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നാണ് ഞാനും മോളും വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ തിരിച്ചു വന്നു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാനത് ഉൾക്കൊള്ളും. പക്ഷെ അന്നയുടെ കാര്യം എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം. നിനക്ക് പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു തരാം. അതുവരെ നീ എന്റെ കൂടെ തന്നെ നിൽക്ക് എന്നാണ് അവൻ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവളെയും കൊണ്ട് അവിടുന്ന് പോവാണ്. അവൻ നേരെ പോകുന്നത് ഡാമിയന്റെ ഫ്രണ്ടായ മാർട്ടിന്റെ വീട്ടിലേക്കാണ്. ഈ സമയം മാർട്ടിനും അയാളുടെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്. ഡാമിയനുള്ള കാര്യങ്ങളൊക്കെ മാർട്ടിന്റെ അടുത്ത് പറയാണ്. അതായത് അവന് പുതിയൊരു ശരീരം കിട്ടിയ കാര്യം. എന്നാൽ അത് കേൾക്കുമ്പോൾ മാർട്ടിനൊന്നും വിശ്വസിക്കുന്നില്ല. എത്ര പറഞ്ഞിട്ടും അവൻ വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഡാമിയനും മാർട്ടിനും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഡാമിയൻ ഇപ്പോൾ മാർട്ടിന്റെ അടുത്ത് പറയാണ്. അതിൽ നിന്നും തന്റെ മുന്നിലിരിക്കുന്ന ഡാമിയൻ തന്നെയാണ് എന്ന കാര്യം മാർട്ടിന് മനസ്സിലായി. അവന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാം എന്നയാൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഡാമിയനും മാഡിയും ഇപ്പൊ സംസാരിച്ചുകൊണ്ട് റൂമിലിരിക്കുകയാണ്. മാഡി ഇപ്പൊ അവന്റെ അടുത്ത് പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവളും മാർക്കും പ്ലാൻ ചെയ്തൊരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് മാർക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ കരീബിയൻ ഐലൻഡിൽ ഒരു വീട് വാങ്ങണം എന്നാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ ജീവിക്കാനാണ് അവൾക്ക് ഇഷ്ടം എന്ന കാര്യമാണ് അവൾ ഇപ്പൊ ഡാമിയന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഡാമിയൻ ഇപ്പൊ ഗുളിക കഴിക്കാൻ വേണ്ടി അവിടുത്തെ ബാത്റൂമിലേക്ക് പോവാണ്. അതിൽ ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ബാത്റൂമിലായിട്ട് 2-3 കണ്ണാടികളുണ്ട്. അത് മൊത്തം ഒരു തുണി വെച്ച് മൂടിയിട്ടിരിക്കുകയാണ്. അതിൽ നിന്നും എന്തോ ഒരു പന്തികേട് അവന് തോന്നി. മാത്രമല്ല ഈ സമയം അവൻ ചിന്തിക്കുന്നത് അന്നയെക്കുറിച്ചാണ്. അന്ന എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചിട്ട് അവൻ വേഗം തന്നെ മാഡിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവരിപ്പം അന്നയെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് അവരിപ്പോൾ റൂമിലേക്ക് എത്തി. അവർ നോക്കുമ്പോൾ അന്ന ഇപ്പം ഒരു ചെറിയ പയ്യന്റെ കൂടെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യനെ കാണുമ്പോൾ ഇത് ഏതാണ് ഈ കുട്ടി എന്നാണ് അവർ അന്നയുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇത് മാർട്ടിന്റെ മകനാണ് എന്നാണ് അവൾ ഇതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഡാമിനൊരു ഞെട്ടലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം മുമ്പ് മാർട്ടിന്റെ മകൻ മരിച്ചുപോയതാണ്. അതിൽ നിന്നും മറ്റൊരു കാര്യം കൂടെ ഡാമിന് മനസ്സിലായി. അതായത് ഈ മാർട്ടിനും ഷെഡിങ്ങിനെ കുറിച്ച് അറിയാം. അയാളിപ്പം ആൾബ്രൈറ്റ് വഴി അയാളുടെ മകന് മറ്റൊരു ശരീരം കൊടുത്തു. ആ കുട്ടി തന്റെ രൂപം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടുത്തെ കണ്ണാടിയൊക്കെ മൂടിയിട്ടിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടി തന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതാണ് പയ്യൻ എന്നവൻ വിചാരിക്കുമല്ലോ. എന്നാൽ അവന് പ്രായമായി കഴിഞ്ഞാൽ അവന്റെ കുട്ടി രൂപമൊക്കെ മറന്നുപോകും. പിന്നെ അവൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ആ കാര്യം ഡാമിന് മനസ്സിലായി. അതൊക്കെ അവൻ മാഡിയുടെ അടുത്ത് പറയുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ അവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് മാർട്ടിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്, നീ കാര്യങ്ങളൊക്കെ ആൽബ്രൈറ്റിനെ അറിയിച്ചില്ലേ, അവരെപ്പോഴാണ് ഇങ്ങോട്ട് എത്തുന്നത്? അപ്പൊ ഡാമിയൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന കാര്യം മാർട്ടിനും മനസ്സിലായി. അവരിപ്പം ഇങ്ങോട്ട് എത്തും എന്നാണ് മാർട്ടിൻ പറയുന്നത്. ഈ സമയത്താണ് മാഡി അയാളുടെ അടുത്തൊരു കാര്യം പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മകന് വേറൊരു ശരീരം കൊടുക്കാൻ തോന്നി? ആ പയ്യന്റെ പാരന്റ്സിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഏത് പാരന്റ്സ്? അവനെ ലാബിൽ ഉണ്ടാക്കിയതല്ലേ എന്നാണ് അയാളുടെ ചോദ്യം. അയാളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഡാമിയൻ ഇപ്പം ആൽബ്രൈറ്റിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും മാർട്ടിന്റെ അടുത്ത് പറയാണ്. അതായത് മാർട്ടിന്റെ മകൻ മറ്റൊരു കുട്ടിയുടെ ശരീരത്തിലാണ് ജീവിക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ മാർട്ടിൻ ഒരു ഷോക്കായിരുന്നു. അപ്പൊ ആൽബ്രൈറ്റ് തന്നെ പറ്റിക്കായിരുന്നു എന്ന കാര്യം അയാൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇനിയിപ്പോൾ അധിക സമയം ഡാമിയൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ മാർട്ടിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. എന്റെ ഒരു കാർ ഇവിടുത്തെ ഗ്യാരേജ് കിടക്കുന്നുണ്ട്. ഡാമിയൻ വേഗം ആ വണ്ടി എടുത്തിട്ട് മുന്നിലൂടെ വിട്ടോ. മാഡിയെ അന്നയെയും ഇവിടുത്തെ കാട് വഴി ഞാൻ ഹൈവേയിലേക്ക് എത്തിച്ചോളാം എന്നാണ് മാർട്ടിൻ പറയുന്നത്. അതിനെ തുടർന്ന് ഡാമിയൻ വേഗം അയാളുടെ കാർ എടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഈ സമയം മാർട്ടിൻ ആണെങ്കിൽ മാഡിയെ അന്നയും കൂട്ടി വേറൊരു വഴി അവിടുത്തെ കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഡാമിയൻ ഇപ്പം അവന്റെ വണ്ടി ഓടിച്ചിട്ട് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ആന്റൺ അവന്റെ പുറകെ വരുന്നത്. പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് ഒരു ചേസിംഗ് ആണ്. ആ ചേസിംഗിൽ അവരുടെ വണ്ടി ഇടിച്ചിട്ട് ആക്സിഡന്റ് ആയി. ഇതേസമയം മാർട്ടിൻ ആണെങ്കിൽ മാഡിയും കൂട്ടി ആ കാട്ടിലൂടെ നടക്കായിരുന്നു. അതിനിടയിലാണ് ആ ആൽബ്രൈറ്റിന് വേറെ കുറച്ച് ആൾക്കാർ വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ മാഡിയും അന്നയും അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി. ഈ സമയം തന്നെ ഡാമിയൻ അവന്റെ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവൻ നോക്കുമ്പോൾ ആന്റന്റെ വണ്ടി അവിടെ ഒരു മരത്തിലേക്ക് ഇടിച്ചിരിക്കുകയാണ്. ആന്റൺ മരിച്ചിട്ടില്ല, പക്ഷെ അവൻ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഡാമിയൻ അവനെ വെറുതെ വിട്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നവൻ നേരെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. അവൻ മാർട്ടിന്റെ അടുത്ത് അങ്ങോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മാർട്ടിൻ അങ്ങോട്ട് എത്തി. മാഡിയെ അന്നയും ആൽബ്രൈറ്റിന്റെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയ കാര്യമൊക്കെ അവനിപ്പോ ഡാമിയന്റെ അടുത്ത് പറഞ്ഞു. അത് കേൾക്കുന്ന ഡാമിയൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയത്താണ് മാർട്ടിൻ ഒരു കാര്യം എന്റെ അടുത്ത് പറയുന്നത്. നീ അവരുടെ കാര്യം ഓർത്തിട്ട് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നീ ഇപ്പൊ അവരെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാലും ഓൾബ്രൈറ്റും ടീം അതിനെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നീ അവരെ വിടാൻ നോക്ക്. പിന്നെ നിന്റെ ഇപ്പത്തെ അവസ്ഥയെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്റെ മകനും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഓരോ ദിവസവും കഴിക്കാൻ ഒരു ഗുളിക വേണ്ടേ? ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ഗുളികയുണ്ട്. 2-3 ദിവസത്തേക്ക് ഈ ഗുളിക നിനക്ക് മതിയാവും. എന്റെ മകന്റെ ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പം ഈ ഗുളികയെ കുറിച്ച് ഓർത്തിട്ട് ഞങ്ങൾക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഓരോ ആഴ്ചയിലും ആ ഗുളികയ്ക്ക് വേണ്ടിയിട്ട് ഓൾബ്രൈറ്റിനെ ചെന്ന് കാണുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു വഴി ചെയ്തു. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വഴി ഈ ഒരു ടാബ്ലറ്റിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തു. അതിന്റെ ഒരു ഫോർമുല എന്റെ കയ്യിലുണ്ട്. ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈസി ആയിട്ട് ഈ ടാബ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഡാമിയൻ ഇപ്പം മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. അവൻ ആദ്യം കിട്ടിയ ഈ ഫീനിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, ഇവര് നിങ്ങളെ സഹായിക്കുന്നു പറഞ്ഞിട്ട് അത് ഇവൻ എത്തിച്ചു കൊടുത്തത് ഈ മാർട്ടിനായിരുന്നു.
ഈ സമയം അവനത് അയാളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. അവൻ്റെ ആ ചോദ്യം കേൾക്കുമ്പം അതെ, ഞാൻ തന്നെയാണ് ആ കാർഡ് നിനക്ക് എത്തിച്ചു തന്നത്. എന്റെ തുടക്കകാലത്ത് നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ആ കാർഡ് നിനക്ക് ഞാൻ എത്തിച്ചു തന്നത് എന്നാണ് മാർട്ടിൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ നേരെ റൂമിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഡാമിയൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അവൻ ഇന്നും ആ ഗുളിക കഴിക്കുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ അവൻ ആ ഗ്ലിച്ചസ് വരും. ആ ഗ്ലിച്ചസ് എന്ന് പറയുന്നത് മാർക്കിന്റെ ഓർമ്മകളാണല്ലോ. ആ ഓർമ്മകളിൽ നിന്നും ഓൾബ്രൈറ്റിന്റെ ആ ലാബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാനാണ് അവൻ ഗുളിക കഴിക്കാതെ കിടക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അവൻ ആ ഗ്ലിച്ചസ് വരാൻ തുടങ്ങി. അതിൽ നിന്നും ആ ലാബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൻ ആ ലാബ് അന്വേഷിച്ചിട്ട് പോവാണ്. കുറെ നേരത്തെ സെർച്ചിങ്ങിനൊടുവിൽ അവൻ ആ ലാബ് കണ്ടെത്തി. അങ്ങനെ ആരും കാണാതെ ആ ലാബിലേക്ക് അവൻ കയറിയതിനു ശേഷം നേരെ പോകുന്നത് ആ പ്രൊസീജിയർ നടക്കുന്ന റൂമിലേക്കാണ്. അവൻ അതിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആന്റൺ അവിടെ കിടത്തിയിട്ടുണ്ട്. അവനിപ്പോൾ ആന്റണെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഓൾബ്രൈറ്റും ടീമും അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഓൾബ്രൈറ്റ് നിൽക്കുന്നത് ആ പ്രൊസീജിയർ നടക്കുന്ന റൂമിന്റെ വെളിയിലാണ്. അവനെ കണ്ടതും ഡാമിയൻ ചോദിക്കുന്നത് മാഡി എവിടെയെന്നാണ്. അത് കേൾക്കുമ്പോൾ ഇല്ല ഡാമിയൻ, മാഡിയെ വിട്ടുതരാൻ പറ്റത്തില്ല. ഞങ്ങൾക്കൊരു ക്ലയന്റ് ഉണ്ട്. ഈ മാഡി അവൾക്ക് പെർഫെക്റ്റ് മാച്ച് ആണ്. പിന്നെ ആ കുട്ടിയുണ്ടല്ലോ അന്ന, അവളുടെ ഓർഗൻസും എനിക്ക് വേണം എന്നാണ് ഓൾബ്രൈറ്റ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഡാമിന് ശരിക്കും ദേഷ്യം വന്നു. അവന്റെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് ഓൾബ്രൈറ്റിന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ വെടിവെച്ച് കഴിയുമ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാവുന്നത്. അവൻ നിൽക്കുന്ന ആ റൂം ബുള്ളറ്റ് പ്രൂഫ് ആണ്. ഈ സമയം ഓൾബ്രൈറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഷൂട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ റൂം എന്ന് പറയുന്നത് മിലിറ്ററി ഗ്രേഡാണ്. പിന്നെ നിന്റെ ശരീരവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നീ കണ്ടില്ലേ ആന്റന്റെ ശരീരം അവിടെ കിടക്കുന്നത്? അവൻ എനിക്ക് നല്ല ഉപകാരമുള്ള ഒരാളാണ്. പക്ഷെ അവന്റെ ഈ ശരീരം ഇനി അവന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ ഞാൻ നിന്റെ ശരീരത്തിലേക്ക് മാറ്റാൻ പോവാണ് എന്നാണ് ഓൾബ്രൈറ്റ് പറയുന്നത്. അതിനെ തുടർന്ന് അയാളുടെ 2 ആൾക്കാരെ വന്നിട്ട് ഡാമിനെ പിടിക്കുകയാണ്. എന്നാൽ അവന്മാരെ ഡാമിനെ പിടിച്ചു കഴിയുമ്പോഴാണ് ഡാമിൻ ഒരു കാര്യം ചെയ്യുന്നത്. അവൻ ഷൂട്ട് ചെയ്തതിന് ആ ഷെല്ല് താഴെ കിടക്കുന്നുണ്ട്. അവൻ നൈസായിട്ട് അതെടുത്തിട്ട് വായിലേക്ക് ഇട്ടു. എന്നാൽ ഇവരാരും അത് കണ്ടിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഡാമിൻ ആ മെഷീനിലേക്ക് കടത്തി. അതിനുശേഷം ആ പ്രൊസീജിയർ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രൊസീജിയറൊക്കെ കഴിയുമ്പോൾ ആന്റൺ മരിച്ചു. ഡാമിൻ ആണെങ്കിൽ എഴുന്നേക്കുകയും ചെയ്തു. അങ്ങനെ അവൻ കണ്ണു തുറന്നു കഴിയുമ്പോൾ നീ ആരാണ് എന്നാണ് അവർ ആദ്യം അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ ആന്റൺ ആണ് എന്നാണ് ഡാമിൻ അതിന് മറുപടി പറയുന്നത്. ആന്റണുമായി ബന്ധപ്പെട്ട വേറെയും ചില കാര്യങ്ങൾ കൂടെ ഓൾബ്രൈറ്റ് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവൻ അതും കറക്റ്റായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ആന്റൺ ആണ് എന്നവർക്ക് വിശ്വാസമായി. അങ്ങനെ ഉടനെ തന്നെ അവർ ഡാമിൻ അവിടുന്ന് വെളിയിലേക്ക് ഇറക്കി. ഡാമിൻ അവിടുന്ന് പോയി കഴിയുമ്പോൾ ഓൾബ്രൈറ്റ് ഇപ്പോൾ ആ റൂം ചെക്ക് ചെയ്യാൻ വേണ്ടി ആ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ചെക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാമിയൻ കിടന്ന മെഷീനിൽ നിന്നും അയാൾക്ക് ആ ബുള്ളറ്റിന്റെ ഷെല്ല് കിട്ടുന്നത്. ഈ മെഷീന്റെ അകത്ത് മെറ്റൽ കടന്നു കഴിഞ്ഞാൽ അവരുടെ ആ പ്രൊസീജിയർ വർക്കാവത്തില്ല. അതിൽ നിന്നും ആന്റൺ ഡാമിയന്റെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഇതേ സമയം തന്നെ ഡാമിയൻ ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് മാഡി ഇട്ടിരിക്കുന്ന റൂമിലേക്കാണ്. അവിടെ 2-3 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അവരെല്ലാവരും ഇടിച്ചു വീഴ്ത്തി. അതിനുശേഷം അവർ 2 പേരെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. പോകുന്ന വഴിക്ക് കുറെ ആൾക്കാരൊക്കെ അവനെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് അവൻ അവരെയും കൊണ്ട് മറ്റു റൂമിന്റെ അകത്തേക്ക് ചെന്നു. ഇപ്പൊ ഡാമിയൻ നിൽക്കുന്ന റൂമിന്റെ അടുത്തായിട്ടാണ് ആ പ്രൊസീജിയർ നടക്കുന്ന റൂം ഉള്ളത്. ഓൾബ്രൈറ്റ് ഇപ്പോഴും അതിനകത്ത് തന്നെ നിൽക്കുകയാണ്. എന്നാൽ അവിടുത്തെ കർട്ടൻ ഓൺ ആക്കിയതുകൊണ്ട് ഓൾബ്രൈറ്റിന് ഡാമിയനെ കാണാൻ പറ്റത്തില്ല. എങ്കിലും ഡാമിയൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന കാര്യം ഓൾബ്രൈറ്റിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തോടെ അവസാനിക്കും. കാരണം നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗുളിക വേണം. അതുണ്ടാക്കാൻ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് ഓൾബ്രൈറ്റ് പറയുന്നത്. എന്നാൽ അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ആ ഗുളിക എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന ആ ഫോർമുല ഡാമിയൻ ഇപ്പം ഓൾബ്രൈറ്റിന്റെ അടുത്ത് പറയാണ്. അത് കേൾക്കുമ്പോൾ അയാൾക്കൊരു ഞെട്ടലായിരുന്നു. ഈ സമയം ഡാമിയൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലെയിം ഗൺ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഓൾബ്രൈറ്റ് നേരെ ഫയർ ചെയ്തു. ആ റൂം ബുള്ളറ്റ് പ്രൂഫ് ആണെങ്കിലും ഫയർ പ്രൂഫ് അല്ല. അങ്ങനെ ഡാമിയൻ ഫയർ ചെയ്ത് കഴിയുമ്പോൾ ഓൾബ്രൈറ്റ് ആണെങ്കിൽ കത്തിപ്പോവുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം ഡാമിയൻ മാഡിയും കുട്ടിയും കൊണ്ട് വേഗം തന്നെ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് അവരിപ്പോൾ നേരെ പോകുന്നത് ഒരു ഷിപ്പ് യാർഡിലേക്കാണ്. കരീബിയൻ ദ്വീപിൽ ജീവിക്കാനാണ് അവൾക്ക് ഇഷ്ടം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഡാമിയൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിടാനാണ് ഡാമിയൻ അവരെയും കൊണ്ട് ആ ഷിപ്പ് യാർഡിലേക്ക് പോകുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ഡാമിയൻ അടുത്തതായിട്ട് പോകുന്നത് ക്ലെയറിന്റെ അടുത്തേക്കാണ്. ക്ലെയർ ഇപ്പോഴും അവളുടെ ഓഫീസിലുണ്ട്. അവളുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ് അവൻ എന്ന രീതിയിലാണ് അവനിപ്പോൾ അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. അതിനുശേഷം അവൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കവർ എടുക്കുകയാണ്. എന്നാൽ ആ കവർ എടുത്തു കഴിഞ്ഞപ്പം അതും ഒരു ചെക്കാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് മുഖം തിരിച്ചു. ഈ സമയം ഡാമിയൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ നിനക്ക് ചെക്ക് തരുന്ന കാര്യമൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിനക്കത് ഇഷ്ടമല്ലാന്ന്. അതുകൊണ്ട് ഇതൊരു ചെക്കല്ല, ഇത് നിന്റെ അച്ഛന് പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയ ഒരു ലെറ്ററാണിത് എന്ന് പറഞ്ഞിട്ട് അവൻ അത് അവൾക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ അവൻ ഇറങ്ങി റോഡിലേക്ക് വന്നതിന് ശേഷം അവൻ ഒന്നുകൂടെ അവളെ ഒന്ന് നോക്കി. ഈ സമയം അവൾ ആ ഓഫീസിൽ നിന്നിട്ട് ആ ലെറ്റർ വായിക്കുകയാണ്. അത് വായിക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഡാമിയന് ശരിക്കും സന്തോഷമായി. അങ്ങനെ മകളുടെ കാര്യം കൂടെ ഡീൽ ചെയ്തതിനു ശേഷം ഡാമിയൻ അടുത്തായിട്ട് ഒരു റൂമിലേക്കാണ് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് കുറേ ദിവസം അയാൾ ആ റൂമിൽ തന്നെയാണ് കഴിഞ്ഞത്. എന്നാൽ ആ റൂമിൽ കഴിഞ്ഞ ഒരു ദിവസം പോലും അയാൾ ആ ഗുളിക കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ഡാമിയൻ ആ ശരീരത്തിൽ നിന്ന് പോയി. പിന്നീട് ആ ശരീരം എഴുന്നേൽക്കുന്നത് മാർക്കായിട്ടാണ്. മാർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടുത്തെ ടേബിളിലായിട്ട് ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. അത് ഓണാക്കാനാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവനത് ഓണാക്കി നോക്കുമ്പോൾ മാർക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ആ വീഡിയോയിലുള്ള മാർക്ക് ഡാമിയൻ ആണ്.
ഡാമിയൻ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിന്റെ ശരീരത്തിലാണ് ജീവിച്ചിരുന്നത്. ഈ ഒരു ശരീരം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി മുതൽ ഈ ശരീരം നിന്റെ തന്നെയാണ്. നിന്റെ ഭാര്യയും മകളെ ഓർത്ത് നീ ടെൻഷൻ അടിക്കുകയേ വേണ്ട. അവരിപ്പോ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് അവർ ജീവിക്കുന്നത് എന്ന കാര്യം കൂടെ ഡാമിയൻ ഇപ്പൊ മാർക്കിന്റെ അടുത്ത് പറഞ്ഞു. അതിനെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ മാർക്ക് ഇപ്പൊ കരീബിയൻ ഐലൻഡിലേക്ക് പോവാണ്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പം മാഡി അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് വരുന്നത് ഡാമിയൻ ആണ് എന്നാണ് മാഡി വിചാരിച്ചിരിക്കുന്നത്. അവൾ ഉടനെ തന്നെ ഓടി അവന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അവൻ അവളെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ ഇത് ഡാമിയൻ അല്ല, മാർക്കാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ അവൾ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം അവിടെ വെള്ളത്തിലായിട്ട് അവരുടെ മകൾ നിൽക്കുന്നുണ്ട്. അച്ഛൻ തിരിച്ചു വന്നത് കാണുമ്പോൾ അവൾക്കും ശരിക്കും സന്തോഷമായി. അങ്ങനെ ഇനി അങ്ങോട്ട് ഈ ദ്വീപിലാണ് അവർ ജീവിക്കാൻ പോകുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.